എല്ലാവരും ചിന്തിക്കണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ റിഗ്രറ്റ് പറയണത് ഒരു ബാഡ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലൈഫിൽ നിന്നാണ്. ബട്ട് ഐ വുഡ് സേ ഇറ്റ് ഈസ് എ ഗുഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ യു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് മെയിനായിട്ട് നമ്മൾ രണ്ട് സംഭവങ്ങൾ അടിക്കുക. അതായത് നമുക്ക് ഒന്നായിട്ട് ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ റിഗ്രറ്റ് നമുക്ക് വരിക മെയിനായിട്ട് രണ്ട് സംഭവങ്ങളിലാണ്. ഒന്നെന്താ വെച്ചാൽ നമ്മൾ പാസ്റ്റിൽ ചെയ്ത സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ അറിയാതെ ചെയ്തു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സമയം നമ്മൾ അറിയാതെ എടുത്തു പോയി, അങ്ങനെ എന്തെങ്കിലും ഇതിന് മേലിൽ നമ്മൾ ചെയ്തു പോയ സംഭവത്തിൻ്റെ മേലിലേക്ക് നമ്മൾ റിഗ്രറ്റ് അടിക്കാം. എന്നാൽ രണ്ടാമത്തെ ഒരു സംഭവം, അതായത് ഞാൻ അന്ന് ആ സംഭവം ചെയ്തു പോയതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ലൈഫിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നതൊരു ബാഡ് തിങ് ആയിരുന്നു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയി, അറിയാതെ ചെയ്തു പോയി എന്നുള്ള സംഭവത്തിന് ആ ഒരു റിഗ്രറ്റും ഉണ്ടാവും. രണ്ടാമത്തെ റിഗ്രറ്റാണ് നമ്മൾ ചെയ്യാതെ പോയ സംഭവത്തിന് ഞാൻ അന്ന് അത് ചെയ്തിക്കണമെങ്കിൽ ഇന്ന് എനിക്ക് ഈ ലൈഫ് അല്ലേ കരാം, ഇന്ന് എനിക്കൊന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള വേർഷൻ, എൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത്, ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. അന്ന് ചെയ്യാതെ പോയ സംഭവം, അതായത് അല്ലെങ്കിൽ മീൻസ് ബ്രീഫ്ലി പറയുകയാണെങ്കിൽ അന്ന് ചെയ്തു പോയ സംഭവം പിന്നെ അന്ന് ചെയ്യാതെ പോയ സംഭവം, ഈ രണ്ട് സംഭവങ്ങളാണ് മെയിനായിട്ട് എല്ലാവരും റിഗ്രറ്റ് അടിക്കുക. സോ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫിൽ ഒന്നും കൂടി ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താനേ നമുക്കൊന്നും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. സോ ഇൻ ദിസ് വീഡിയോ ഐ ടോക്ക് അബൌട്ട് ഹൗ ടു യൂസ് റിഗ്രറ്റ് ടു ബി റിഗ്രറ്റ് ടു ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രണ്ടായിട്ട് ടൈപ്പാണ്. ഞാൻ ഓരോ ടൈപ്പിനുള്ള സൊല്യൂഷൻ ഞാൻ പറയാം. ഫസ്റ്റത്തെ ടൈപ്പ്, നമ്മൾ എന്തെങ്കിലും സംഭവം ചെയ്തു പോയി, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് എടുത്ത് പോയി, അല്ലെങ്കിൽ നമ്മളൊരു ആരോടെങ്കിലും ഒരു ബാഡായിട്ടുള്ള തിങ്ങൾ ചെയ്തു പോയി, ബാഡായിട്ടുള്ള ഒരു കുറ്റം നമ്മൾ ഒരാളുടെ പേരിൽ ചെയ്തു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്തു പോയി. സോ അതിനെന്ത് ചെയ്യുക, അത് മിസ്റ്റേക്കാണ്. സോ അതിനെ റിഗ്രറ്റ് അടിക്കണേന് ഇൻസ്റ്റെഡ് ഓഫ് റിഗ്രറ്റിംഗ് അബൌട്ട് ദാറ്റ് മിസ്റ്റേക്ക് എന്ത് ചെയ്യുക, അതിന് ലേൺ ചെയ്യാം. അതായത് ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് എടുത്തു, നിങ്ങളിപ്പോൾ ഇന്ന് സംഭവം പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് എത്തൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ, അതിനെക്കുറിച്ച് റിഗ്രറ്റ് അടിക്കണമെങ്കിൽ പകരം നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന സംഭവങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, ആ സംഭവങ്ങൾ ലേൺ ചെയ്തു. അതായത് ഈ കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്ന പോലെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ലൈഫ് സ്റ്റൈലിലേക്ക് എത്തിക്കൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ സംഭവം ഒരിക്കലും ഈ ഒരാളെയും പെടുത്താതെ നോക്കുക. എക്സാമ്പിൾ നിങ്ങളെ ചിൽഡ്രൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പഠിച്ചത് തെറ്റി ഈ സംഭവത്തിന് ലേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് യൂസ്ഫുൾ ആക്കിയാണ് അത് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ബാഡായിട്ടുള്ള കാര്യം ചെയ്തു പോയി എന്ത് ചെയ്യുക, അതിന് ലേൺ ചെയ്യാണ്ട് ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. സോ ഇതിനെക്കുറിച്ച് റിഗ്രറ്റ് അടിക്കുമ്പോൾ ഇത്ര ചിന്തിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അന്ന് ആ സംഭവം നിങ്ങൾക്ക് ബെറ്റർ ആയിരുന്നു. സോ നിങ്ങളിപ്പോൾ 2-3 കൊല്ലം മുന്നേ ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് ഇപ്പോഴാണ് നിങ്ങളത് റിയലൈസ് ചെയ്തത്, നിങ്ങൾക്കത് പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എപ്പോഴാണ് റിയലൈസ് ചെയ്തെന്നുണ്ടെങ്കിലും അത് നിങ്ങളെ തെറ്റല്ല. കാരണം അന്നത്തെ നിങ്ങളെ മൈൻഡിൽ അന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ്, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഫാമിലിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഒരു ഫ്യൂച്ചർ ലൈഫ് ഉണ്ടാവും. കാരണം അന്നത്തെ മൈൻഡിൽ നിങ്ങളെ ഏറ്റവും ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ബെറ്റർ ഡെസിഷൻ അതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തത്. അല്ലാതെ നമ്മളാരും നമ്മുടെ ലൈഫ് കൊളാവണം കരുതിയേണ്ട ആരും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനോ ഒരു കാര്യം ചെയ്യാനോ പോകില്ല. സോ അന്നത്തെ മൈൻഡ് സെറ്റിൽ നമ്മളത് ഏറ്റവും ബെറ്റർ ആയിരുന്നു. ഇപ്പം നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ മാറി ഇങ്ങനെ പോരാന്ന് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ആ കോഴ്സിനെ റിഗ്രറ്റ് അടിക്കണം. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, അതായത് ഫസ്റ്റത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ എന്തെങ്കിലും സംഭവം ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന് ലേൺ ചെയ്യുക, അതിനെ കുറിച്ച് റിഗ്രറ്റ് അടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് ലേൺ ചെയ്താണ്ട് ആ മിസ്റ്റേക്ക് വരുത്താതെ നോക്കുക. പിന്നെ എന്ത് ചെയ്യാം, അന്നത്തെ നിങ്ങൾ ആ ഡിസിഷൻ ബെറ്റർ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ സംഭവം എടുത്തതെന്ന് കരുതിയാണ് എന്ത് ചെയ്യുക, നിങ്ങളെ സെൽഫിനെ കോൺഫിഡൻസ് ആക്കി വെക്കുക. ഈ രണ്ടാമത്തെ ടൈപ്പാണ്, നമ്മൾ എന്തോ ചെയ്യാതെ പോയി, അല്ലെങ്കിൽ ഞാൻ ആ ബിസിനസ് തുടങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം മുന്നേ ഞാൻ എൻ്റെ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തെടുത്തിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ തടി ഫാറ്റ് ആയിട്ടുള്ള ബോഡി വരില്ലായിരുന്നു, എനിക്ക് ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി വരുമായിരുന്നു, അല്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ എൻ്റെ പഠിത്തത്തിൽ കാര്യങ്ങൾ കെയർ ചെയ്തിരുന്നു, എനിക്ക് നല്ല ഫ്യൂച്ചർ ലൈഫ് ഉണ്ടായിരുന്നു. സോ അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ സംഭവങ്ങൾ ചെയ്യാതെ പോയ സംഭവത്തിനെ കുറിച്ചാണ് നിങ്ങൾ റിഗ്രറ്റ് അടിക്കണമെന്ന് എന്ത് ചെയ്യുക, ഡു ഇറ്റ് നോ, ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൈം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവം തുടങ്ങാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം പറയുന്നത് ഈ യെസ്റ്റർഡേ, അത് ഇന്നലെ ആയിരുന്നു. ഓക്കെ, അതായത് ഏത് സംഭവം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം പറയുന്നത് ഇന്നലെയാണ്. ഇന്നാണ് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടുഡേ, ഇന്നത് ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാതെ പോയി, അത് ചെയ്തിക്കണമെങ്കിൽ ഒന്നും കൂടി ലൈഫ് ബെറ്റർ ആവും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ് തുടങ്ങാതെ പോയി അല്ലെങ്കിൽ അതിനെ കുറിച്ചാണ് റിഗ്രറ്റ് അടിക്കണം, എന്ത് ചെയ്യുക, ഡു ഇറ്റ് നൗ, സ്റ്റാർട്ട് ഇറ്റ് നൗ. അത് ഇപ്പോൾ ചെയ്ത് തുടങ്ങാം. പിന്നെ എന്ത് ചെയ്യുക, അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ചേഞ്ചസ് ഇങ്ങനെ വരുത്തുക. ഇനി നിങ്ങളിപ്പോഴും തുടങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ മറ്റേ കോട്ട കണ്ടില്ല, ഇഫ് നോട്ട് നൗ ദെൻ വെൻ, ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് കാരണം നമ്മൾ കൂടുതൽ നമ്മൾ റിഗ്രറ്റ് അടിക്കാൻ നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, അതിനെ ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിങ് അതേഴ്സ്, അതായത് നമ്മളെ അങ്ങനെ ഓക്കെ നമ്മൾ അത് ചെയ്യാതെ പോയി, അതേ ഇപ്പം നിങ്ങൾ ഇതിൽ തന്നെ ഈ രണ്ടാമത്തെ ടൈപ്പിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ പോയതിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ സൊസൈറ്റീനെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് അങ്ങനെ പഠിച്ചാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പഠിക്കാതെ പോയതിൻ്റെ കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്, എൻ്റെ
പാരൻസിന് അത്ര കെയർ ചെയ്തില്ല. ആ സംഭവമൊക്കെ ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ലൈഫിൽ സംഭവിച്ചു പോയതിൻ്റെ പാസ്റ്റിൽ നടന്നു പോയതിന് ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതിൻ്റെ ആക്ഷൻസ് എടുക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യുക. സോ ഫൈനലി റിഗ്രറ്റ് ഈസ് എ ഗുഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിഗ്രറ്റ് ഇപ്പോൾ നമുക്ക് അടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കില്ല. കാരണം നമ്മൾക്കൊരു ടൈം വരുമ്പോൾ ഒരു കൊട്ടങ്ങി കിട്ടുമ്പോൾ അതിലൊരു ചാൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് തോന്നുക, ഇങ്ങനെ പോയാൽ പോരാ, ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തണം എന്ന് കരുതുമ്പോഴാണ്. അപ്പോൾ ആ റിഗ്രറ്റ് കൊണ്ടാണ് നമ്മുടെ ലൈഫ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സും ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. സോ റിഗ്രറ്റ് പറയുന്ന ഒരു ഗുഡാണ്. വീഡിയോ ഫുൾ ആയി നിർത്തുന്നു. സി എം ഡി അന്നത്തെ വീഡിയോ.